ഇതാണ് നമ്മുടെ പാർക്കെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതെ, ഇതിൽ മൊത്തവും നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് നട്ടേക്കുന്നത്. അതിൻ്റെ ഇടവിളയായിട്ടാണ് ഇപ്പോൾ നമ്മൾ തന്നെ പച്ചമുളക് നട്ടിട്ടുണ്ട്. അതൊക്കെ കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇതൊരു നമ്മളിവിടെ ചാമ്പയെന്ന് പറയും, ഇത് വാട്ടർ ആപ്പിളെന്നും പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചതുരപ്പുളിച്ചി എന്ന് പറയും. നിറച്ച് കാച്ചിരിക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ. ഇതെല്ലാം ഓരോ റൗണ്ട് കെട്ടി അതിനകത്താണ് നിർത്തിയിരിക്കുന്നത്. ഇതെല്ലാം സപ്പോട്ട എന്ന് പറഞ്ഞാൽ ചിക്കു എന്നാണ്, ചിക്കു ഫ്രൂട്ട് എന്നാണ് ഇതിൽ ഇംഗ്ലീഷ് പറയുന്നത്. സപ്പോട്ട എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇടവിളയായിട്ട് നട്ടേക്കുന്നതാണ് ഈ ഒരു ബ്രിഞ്ചൽ, കത്തിരിക്ക. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ ഞാറപ്പഴം നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ പല വിധത്തിലുള്ള ഫ്രൂട്ട്സുകളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതിന് ഇടവിളയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ കത്തിരിയല്ല, സോറി, ഇത് നമ്മുടെ കുക്കുംബർ. ഇത് ഇത് ഇത്തിരി കട്ടിയാണ് കേട്ടോ, തോരൻ വയ്ക്കാനും കൊള്ളാം. അതുപോലെ തന്നെ കുറച്ച് മുറ്റാതെ വന്നിരിക്കുമ്പോഴത്തേക്ക് പച്ചയ്ക്ക് അരിഞ്ഞും കഴിക്കാൻ കൊള്ളാം. അതുപോലെ തന്നെ ഇങ്ങനെ പപ്പായ, അതല്ല കുരുമുളക്. ഇത് ഈ ഒരു ചെടിക്ക് മാത്രം എന്തോ ഒരു മുഞ്ഞേര ശല്യം വന്നിട്ട് അത് കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ട്. പൊടിച്ച് വരും, മുഞ്ഞേര കംപ്ലൈൻറ്റ് വരും, അതങ്ങ് പട്ടു പോകുന്നുണ്ട്. അതിന് തന്നെ വേണ്ട. ഇത് ഞാൻ നമ്മുടെ ചുവന്ന മുളകിൻ്റെ പൊടിയുണ്ടല്ലോ, എന്താണ് കാശ്മീരി മുളക്, അതിൻ്റെ ഒരു അരി കൊണ്ടിട്ടിട്ട് പൊടിപ്പിച്ചെടുത്തതാണ്. പക്ഷെ അതിൽ നിറച്ച് കാച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഓരോ റൗണ്ടിനകത്തും നമ്മൾ നിറച്ച് ചെടികളെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ കായ്ക്കുന്ന പ്ലാന്റാണ് വെച്ചിട്ടുള്ളത്. നെല്ലി ആയിരുന്നാലും ഏകദേശം ഒരു 10-13 മരങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതേണ്ട ഇത് റെഡ് ലേഡി എന്ന് പറയുന്നത്, ഇത് ഒരു മരമേ കാച്ചിട്ടുള്ളൂ. പക്ഷേ ബാക്കിയുള്ളതെല്ലാം ഈ പ്ലോട്ടിനകത്ത് നിർത്തിയിട്ടുണ്ട്. പേരയും അതുപോലെ തന്നെ ഇത് അമ്പഴങ്ങയും കാച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് കാച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയി. ഈ എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. ഇലകളൊക്കെ പുതുതായിട്ട് ഇലകൾ വരാനായിട്ടായിരിക്കും പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നമ്മുടെ പേരയാണ്. പേരയ്ക്കും കാച്ചു കേട്ടോ. പേരയ്ക്ക ഇപ്പം പുതുതായിട്ട് കാച്ചതാണ്. അത് 2-3 കാച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അതിന് ഒത്തിരി പഴങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ മൊത്തത്തിൽ വളർന്നു വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനേ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നിന്ന് നമ്മുടെ അണ്ണനാണ് ഇതെല്ലാം കെയർ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിനാണെങ്കിൽ റെഡ് ലേഡി ആണെങ്കിൽ ഒത്തിരി അങ്ങ് കാച്ചു വന്നപ്പോഴത്തേക്ക് ചരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാലമൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് സ്റ്റാൻഡാക്കി നിർത്തിയേക്കാണ്. ആൾ നല്ല പോഷക വളങ്ങളൊക്കെ എത്തിയപ്പോഴത്തേക്ക് നിറച്ച് കാച്ചു കേട്ടോ. പിന്നെ ഇതിനകത്ത് മാവും പ്ലാവും ഒക്കെ ഉണ്ട്. പ്ലാവ് നട്ടിട്ടില്ല കേട്ടോ, മാവുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വാട്ടർ ഫൗണ്ടനിലിരിക്കുന്ന നമ്മുടെ ഒരു പാർക്കെന്ന് പറഞ്ഞിരിക്കുന്ന സ്പേസ്. ഇത് വാട്ടർ ഫൗണ്ടൻ. ഇതുപോലെ തന്നെ തെങ്ങിൻ്റെ മൂടുമൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ കെട്ടിയിട്ടിട്ട് ഇരിക്കാനുള്ള പാകത്തിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയൊരു പാർട്ടി നടത്തത്തക്ക ലൊക്കേഷനെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.